ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിലും കാണലൊക്കെ കണ്ടായിരിക്കും നമ്മുടെ സെബി ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറേ ഈ ഡിജിറ്റൽ ഗോൾഡിന് നിരയുടെ വാണിംഗ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പ്ലാറ്റ്ഫോംസ് ഡിജിറ്റൽ ഗോൾഡ് പറയുന്നത്, അതുപോലെ തന്നെ പുതിയ കുറേ ആപ്സുകളും ജാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനമുണ്ട്. ജാറൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ടായിരുന്നതാണ്. ജാർ ആക്ച്വലി രജിസ്റ്റേർഡ് ഒക്കെ തന്നെയാണ്, പക്ഷേ അവരുടെ അത് ഓൾറെഡി ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. റെക്കമെൻഡ് അല്ല, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് പോലെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഗുല്ലക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ്, ഇപ്പോൾ ഇൻക്രെഡിറ്റ് എന്ന് പറഞ്ഞ ആപ്പ്, എല്ലാം കുറേ മിക്ക ഗൂഗിൾ പേയിലും ഫോൺ പേയിലും അടക്കം എല്ലാത്തിലും ഉണ്ട് ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡിൻ്റെ പരിപാടി. ആക്ച്വലി സെബി വാൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ആപ്പുകൾ പ്രശ്നമല്ല പറഞ്ഞത്, അങ്ങനത്തെ അല്ലാത്ത കുറേ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള കുറേ ഡൂക്ലി സ്കാം ആപ്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ കുറേ പേര് ഇതുപോലെ ബോധമില്ലാണ്ട് കുറേ പേര് ഇതുപോലെ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ നമ്മുടെ ഡിജിറ്റൽ ഗോൾഡിൻ്റെ വീഡിയോസിലൊക്കെ പറയാറുള്ളതാണ്. ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ എന്താ പറയുക, മ്യൂച്വൽ ഫണ്ട് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്സ് പോലെയോ ഒന്നും റെഗുലേറ്റർ അല്ല. ഒന്നാമത് ഇത് സെബിയുടെ അണ്ടറിൽ വരുന്നൊരു പരിപാടിയല്ല. നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞിട്ടാണ്, ഫിസിക്കൽ ഗോൾഡിന് പകരം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ETF അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ETF ഉപയോഗിക്കുന്നതാണ് മ്യൂച്വൽ ഗോൾഡിൻ്റെ. ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ കുറച്ച് കാലം മുമ്പേ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആക്ച്വലി ഡിജിറ്റൽ ഗോൾഡിൻ്റെ പരിപാടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾ ചെയ്യുന്ന നിർബന്ധം ഉണ്ടെങ്കിൽ തന്നെ ക്യുക്കായിട്ട്, അതായത് ഇപ്പോൾ ഒരു ഷോർട്ട് ടേമിന് മാത്രം ചെയ്യുക. എന്ന് വെച്ചാൽ ഇതെല്ലാം ആ ആപ്പ്, നമ്മൾ ഏത് ആപ്പിലാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. നമുക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ടിലത്തെ പോലെ മ്യൂച്വൽ ഫണ്ടിൽ ആ ആപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് അതിനൊരു ഡെപ്പോസിറ്റർ ഉണ്ട് ഇന്ത്യയിൽ, അവരുടെ സൈറ്റിൽ പോയിട്ട് ഇത് സെല്ലൊക്കെ ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെയല്ല. അതാ പറഞ്ഞത് റെഗുലേറ്റർ അല്ലാന്ന് പറയാൻ കാരണതാണ്. ഇപ്പോൾ ആപ്പിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ റിസ്ക്കിയാണ്, പ്രത്യേകിച്ച് ലോങ് ടേമിനൊക്കെ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഇപ്പോൾ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, റിസ്ക്കിയാണ്, ഇത് റെഗുലേറ്റർ അല്ല. നിങ്ങൾ ഷോർട്ട് ടേമിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നല്ല ആപ്പുകളിൽ ചെയ്യാം. അതല്ലാണ്ട് ഒഴിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തൊരു പരിപാടിയാണ് ഡിജിറ്റൽ ഗോൾഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഇപ്പോൾ സെബി വാണിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വെച്ചാൽ കുറേ ഡിജിറ്റൽ ഗോൾഡ് ചെല്ലുന്ന വെച്ചാൽ ആൾക്കാർ ഇപ്പോൾ ഗോൾഡ് കുറേ വാങ്ങിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊന്നും പോയി ചാടാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടു, 10 വയസ്സ് ഇൻസ്റ്റാഗ്രാം ഒന്നാമത് ഫ്രോഡുകളും സ്കാമുകളും എവിടെ നോക്കിയാലും ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലാണ്. ഒരു റെഗുലേഷൻ ഒരു സംഭവം ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ എന്ത് മാങ്ങാത്തോല് ഉടായ്പ വേണമെങ്കിൽ അതിലിടാം. അങ്ങനത്തെ ഒരു സാധനമാണ് ഇൻസ്റ്റാഗ്രാം. ഞാൻ അതുകൊണ്ടാണ് ഈ ഇൻസ്റ്റാഗ്രാം ഒന്നും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ഈ സാധനം. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് എൻ്റെ ഇപ്പോൾ ആപ്പേ ഇല്ല. എന്താ പറയുക, ഫുൾ ഫ്രോഡ്. നമ്മുടെ OLXൻ്റെ പോലെയാണ്. OLXൽ എന്തെങ്കിലും ഒരു ആഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 100 എൻക്വയറി വന്നാൽ അതിൽ 99.9% ഫ്രോഡുകളായിരിക്കും. അതേപോലത്തെ സ്ഥിതിയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ. ഞാൻ അത് കാരണം ഉപയോഗിക്കാത്തൊരു സ്ഥിരം പരിപാടിയാണ്. ഞാൻ വല്ലപ്പോഴും പോസ്റ്റ് ഇടും എന്നല്ലാണ്ട് ആ സാധനം തീരും. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഇതുപോലെ എൻക്വയറീസും കൊറീസൊക്കെ കുറേ വരുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ചാറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുക്കുന്നതാണ്. നമുക്കിപ്പോൾ ഇനി റീസെൻ്റ്ലി യൂട്യൂബിൽ അവർ വോയിസ് കമൻറ്റ് ഓപ്ഷൻ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമുക്ക് ഈ കമൻറ്റ് ത്രൂ എല്ലാം ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയാൽ അറിയാം, ഞാൻ തീരെ ആക്റ്റീവ് അല്ല. അപ്പോൾ ഇതാണ് മെയിൻ സംഭവം. എന്ന് വെച്ചാൽ ഉഡായിപ്പിൻ്റെ ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഇൻസ്റ്റാഗ്രാം. അങ്ങനത്തെ ഒരു സാധനമാണത്. അപ്പോൾ അങ്ങനെ അതിൽ കുറേ ഇതുപോലെ ഡിജിറ്റൽ ഗോൾഡ്, മാങ്ങ ഗോൾഡ് എന്നൊക്കെ 10 വയസ്സ് പേരില്ലാത്തവരാണ് ഒന്നാമത് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. വെച്ചാൽ അവർക്ക് കമ്പനിക്കാർക്ക് അത് മതിയേ. ആർക്കാണ് റീച്ച് ഉള്ളത് അവർക്ക് കൊടുക്കും അവർ. അല്ലാണ്ട് ഒന്നാമത് ഇത് ഡയറക്റ്റ് കമ്പനി പോലെയല്ല കൊടുക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഈ ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയണമായിരിക്കും, സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏജൻസികളാണ് ഇത്ര വലിയ കമ്പനികളൊക്കെ കൊടുക്കുക. അവരാണ് എന്നിട്ട് ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സിനും യൂട്യൂബേഴ്സിനൊക്കെ കൊടുക്കുക. അവർക്കിപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഫിനാൻസ് ചെയ്യുന്ന യൂട്യൂബർ ആണോ, ഫിനാൻസിൽ നോളജ് ഉള്ള ആളാണോ, അല്ലെങ്കിൽ ഫിനാൻസിൽ ക്വാളിഫൈഡ് ആണോ, അല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടോ, ഇതൊരു ഒരു പെണ്ണിൻ്റെ ഫാഷൻ ഐറ്റംസ് ഇടുന്ന ഇതിൽ അതിനിടയിൽ കൂടെ ഒരു ഇതുപോലെ എന്താ പറയുക, ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രൊമോഷൻ, അതുപോലെ തന്നെ ഇതുപോലെ ഡിജിറ്റൽ ഗോൾഡിൻ്റെ പ്രൊമോഷൻ. അപ്പോൾ ഇതാണ് അത് ഏജൻസിക്കാർക്കൊന്നുമില്ല. അവർക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, ഇത് ഫോളോ ചെയ്യുന്ന കുറേ മണ്ടന്മാരുണ്ടായിരിക്കും. അവരങ്ങനെ തന്നെ പറയണം. അല്ലാണ്ട് ഇപ്പോഴത്തെ കാലത്ത് ബേസിക് നോളജ് പോലും ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരെ മണ്ടന്മാരെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതും ഈ ഇൻ്റർനെറ്റ് യുഗത്ത്. അപ്പോൾ അവർ പോയി പെടില്ലോ. ഇഷ്ടം ആൾക്കാർ ഇതുപോലെ റീച്ച് ചെയ്യും. അതുപോലെ നമ്മുടെ എന്താ പറയുക, സഞ്ജു ടെക്കിൻ്റെ ഒക്കെ അറിയണമായിരിക്കുമല്ലോ ആളിപ്പോൾ എന്താ പറയുക, ഇതുപോലെ ലിങ്കുകളൊക്കെ ഇട്ടിട്ട് ഏതൊക്കെയായിരുന്നു, ഞാൻ അങ്ങനെ കാണാനില്ല. എന്ന് വെച്ചാൽ കുറേ ഇപ്പോൾ റീസെൻ്റ്ലി അങ്ങോട്ട് എന്തോ ഒരു ട്രേഡിങ്ങിൻ്റെ സംഭവം ഉണ്ടെന്ന്. അതിന് മുമ്പ് എന്തൊക്കെ കുറേ സംഭവം ഉണ്ടാകുന്നല്ലോ. അപ്പോൾ അത് അവരുടെ ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അവർക്കറിയാം ഇവരുടെ ഫോളോവേഴ്സിന് എത്ര ഇതുണ്ട്, ഐക്യുണ്ട്, ഇവരെ പിടിച്ചാൽ സുഖമായിട്ട് കിട്ടുന്ന ഈ കൊടുക്കുന്ന ഏജൻസികൾക്ക് അറിയാം. അതനുസരിച്ച് തന്നെ അവർ കൊടുക്കുന്നത്, വേറെ കാര്യം. അപ്പോൾ അതനുസരിച്ചിരിക്കും. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ റീസെൻ്റ്ലി കുറേ എണ്ണമായി കാണുന്നു ഡിജിറ്റൽ ഗോൾഡിൻ്റെ. അതും ഒരു ഫിനാൻസിൻ്റെയോ എന്താ പറയുക, ഇത് ബാങ്കിങ്ങിൻ്റെയോ 7 ലക്ഷത്തെ കൂടെ പോകാത്ത ആൾക്കാരൊക്കെ ഇതിൻ്റെ വീഡിയോസ് ചെയ്തേക്കുന്നത്. ഫാഷൻ ഐറ്റംസ് മെയിൻലി കുറേ പെണ്ണുങ്ങളാണ്, ഫാഷൻ വീഡിയോസ് ചെയ്യുന്ന പെണ്ണുങ്ങളാണ് ഇത് കുറേ ചെയ്തേക്കുന്നത്. പിന്നെയുണ്ട് ഡെയിലി വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുടെ, അതും ഫുൾ ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ, യൂട്യൂബിലൊന്നല്ല. എന്ന് വെച്ചാൽ അത് ഷോർട്ടാണ്, എല്ലാവരും തോണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സുഖമായിട്ട് ആൾക്കാരെ കിട്ടും, അവർക്കറിയാം. ലിങ്ക് കൊടുത്താൽ മതി.
അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഓൾറെഡി സെബി സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ലാസ്റ്റ് പണി കിട്ടി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതും ലോങ് ടേമിനൊക്കെ ചെയ്യുമ്പോൾ നല്ലവണ്ണം സൂക്ഷിച്ച് വേണം ചെയ്യാം. സൂക്ഷിച്ചല്ല, ഞാൻ ലോങ് ടേമിന് തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഡിജിറ്റൽ ഗോൾഡ് എന്ന സാധനം കേട്ടോ. അൺലെസ് ഇറ്റ് ഈസ് ഇനിയിപ്പോൾ റെഗുലേഷനോ അല്ലെങ്കിൽ എന്തിൻ്റെ അണ്ടറിൽ ഒരു അസോസിയേഷൻ അതിൻ്റെ അണ്ടറിൽ റെഗുലേഷനായിട്ട് വരികയാണെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതിൽ ലോങ് ടേം ഇടാണ്ടിരിക്കും നല്ലത്. പിന്നെ ഡിജിറ്റൽ ഗോൾഡിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന പ്രൈസിങ് അല്ല സെല്ലിങ്ങിൻ്റെ പ്രൈസ്, രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇന്ന് വാങ്ങിച്ചിട്ട് നാളെ വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം ഒരു ഷോർട്ട് ടേമിനെങ്കിലും വെക്കുക, അല്ലെങ്കിൽ ഒരു കുറച്ച് മാസങ്ങളെങ്കിലും വെക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രൈസ് കൂടി വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ആദ്യം ചെറുതായിട്ട് കൂടി തുടങ്ങി തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ETF-ലോ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലോ അങ്ങനത്തെ മാത്രം ഇടുക. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താ പറയുക RBIയുടെ അണ്ടറിൽ വരുന്ന നമ്മുടെ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇടുക. അല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ ഗോൾഡ് ഇപ്പോൾ ജ്വല്ലറിക്കാരൊന്നും എടുക്കുന്നില്ല, ക്യാഷിന് എടുക്കുന്നില്ല, എക്സ്ചേഞ്ചിന് മാത്രം എടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഒരു മാർക്കറ്റ് സ്റ്റഡി ആയി കഴിഞ്ഞിട്ട് അവർ പിന്നെ ക്യാഷിന് കൊടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് നഷ്ടമാണ് ഇപ്പോൾ എടുത്താൽ ഞാൻ ചിലപ്പോൾ ഇനി അടുത്ത ദിവസം ആകുമ്പോൾ പ്രൈസ് ഇടും എന്ന് കയറും, അല്ലെങ്കിൽ പ്രൈസ് ഇടും കയറും അല്ലെങ്കിൽ കുറയും. അപ്പോൾ അവർക്ക് ഒരു സ്റ്റഡി. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ജോസ്കോയിൽ പോയപ്പോൾ നമ്മളോട് പറഞ്ഞാണ് എന്ന് വെച്ചാൽ ഇനി ഈ ഗോൾഡിൻ്റെ മാർക്കറ്റ് സ്റ്റഡി ആവാണ്ട് അവർ ക്യാഷിന് ഗോൾഡ് എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് നമ്മളോട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കട്ടെ. വലിയ ജോസ്കോ എന്ന് പറയുമ്പോൾ ചെറിയ ഗോൾഡ് ജ്വല്ലറി ആയിരുന്നല്ല. അപ്പോൾ അവർ പറഞ്ഞതാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു ഫ്രണ്ടിൻ്റെ ആൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡ് കോയിൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പോയപ്പോൾ എന്താ പറയുക കൈ ചെയിൻ എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ക്യാഷ് ആയിട്ട് തരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഇത് എല്ലാ ജ്വല്ലറിക്കാരും ഇങ്ങനെ പറയുന്നതല്ല, ഇപ്പം അങ്ങനെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരു ഗോൾഡ് പ്രത്യേകിച്ച് അത്യാവശ്യം 12 ഗ്രാമിൻ്റെയോ 12 ഗ്രാമില്ല ഒരു ഗ്രാം കാര്യമില്ല 12 ഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ ഒരു പവൻ്റെ മുകളിലുള്ള പ്രൊഡക്ട്സുകളൊക്കെ വിൽക്കാൻ പോയി കഴിഞ്ഞാൽ അറിയാം. ചെറിയ എമൗണ്ട് ആണെങ്കിൽ പിന്നെയും ചിലപ്പോൾ കിട്ടും. പക്ഷേ ഒന്ന് നോക്കി നോക്കും. നിങ്ങൾക്ക് മിക്ക ആൾക്കാരും ഇപ്പോൾ തരുന്നില്ല കേട്ടോ, ക്യാഷിൽ കൊടുക്കുന്നില്ല. കുറേ പേരും ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് സ്റ്റഡി ആവുകൊണ്ട് അതവർ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ അവർക്ക് നഷ്ടമാവും. ഇതിപ്പോൾ ഗോൾഡിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ന് കൂടും, ചിലപ്പോൾ നാളെ കുറയും, ഇന്ന് കൂടും അല്ലെങ്കിൽ മറ്റന്നാൾ കൂടും, പിന്നെയും കുറയും. അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് നഷ്ടമാണ്. അപ്പോൾ അവർ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇതിൻ്റെ പ്രോബ്ലമാണ്. പിന്നെ ഭയങ്കരമായിട്ട് പ്രൈസ് കൂടിയല്ലോ. അപ്പോൾ അങ്ങനെ അതിനൊക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡായാലും ഇപ്പോൾ പണിയാണ്. പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ എടുക്കും ക്യാഷായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഈ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യാൻ വന്നെന്ന് മാത്രമല്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കാണാം.